അശ്വിനെ, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ബ്യൂട്ടിഫുൾ സോങ്, നന്നായി പാടി മോനെ. ഇതില് എനിക്ക് തോന്നിയത് അശ്വിൻ കുറച്ചുകൂടി ഒരു ഉഷാറാവാമായിരുന്നു എന്ന് തോന്നി. തുടക്കം എനിക്ക് ആ 2 ലൈൻസ് കുറച്ചൊന്ന് ബോൾഡായിട്ടൊന്ന് പാടി കേൾപ്പിക്കും. പല്ലവി ஊரத்தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டே கண்மணி கண்மணி ஞானம் பிறந்திருச்சு நாளும் புரிஞ்சிருச்சு கண்மணி கண்மணி ஊரத்தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டே கண்மணி கண்மணி ஞானம் பிறந்திருச்சு. ഇത്രയും കുറയ്ക്കല്ലേ കൺമണി, പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു. അത്രയും പെട്ടെന്ന് ഡൈനാമിക്സ് ചെയ്യല്ലേ, അതിന് ഒരു അളവ് വെച്ചിട്ട് പാടും. കൺമണി കൺമണി ஞானம் பிறந்திருச்சு நாளும் புரிஞ்சிருச்சு கண்மணி கண்மணி பச்சை குழந்தைன்னு பாலூத்தி வளர்த்த பால குடிச்சு புட்டு பாம்பாக கொத்துதடி. ஊரை தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டே கண்மணி கண்மணி ஞானம் பிறந்திருச்சு நாளுം പുരിഞ്ചിരിച്ച് കൺമണി കൺമണി. നൈസ്. ഇത് ഈ ഒരു സ്ട്രെങ്ത് ഇപ്പൊ കിട്ടിയ ഈ കുറച്ചുള്ള ഈ സ്ട്രെങ്ത് നേരത്തെ അത്ര ഇല്ലായിരുന്നു. തുടക്കം ഇത് മനസ്സിലാക്കിയിട്ടാണോ പാടിയല്ല? ചിലതൊക്കെ എന്നല്ല. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു അന്യഭാഷ പാടുമ്പോഴത്തേക്ക് നമ്മൾ അത് എന്താണെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചാൽ കുറച്ചുകൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അശ്വിന് ഒരു ആക്ടർ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പാട്ടിനകത്ത് എനിക്ക് അഭിനയം കുറച്ച് മിസ്സിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ അശ്വിൻ പാടി, അസാധ്യ സിംഗറാണ് അശ്വിന്. അശ്വിൻ നന്നായിട്ട് പാടി. പക്ഷെ ആ തുടക്കം, ആ സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് തോന്നി. ചില ഡൈനാമിക്സ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് വോളിയം കൂടുന്നു കുറയുന്നു എന്നുള്ള ചില വാക്കുകൾ കേൾക്കുന്നില്ല ക്ലിയർ ആയിട്ട്. കൺമണി ഇതാണ് അനുപല്ലവിയുടെ ഫിനിഷിങ്. കൺമണി അവിടെയൊക്കെ അശ്വിൻ ഇത് ശരിയായില്ല, അങ്ങ് ക്ഷീണിച്ച് മടുത്ത ഒരു എഫക്റ്റ് എനിക്ക് തോന്നി. മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നു അതിന്റെ ഇടയില്. അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ശ്വാസം തീർന്നു. ഞാൻ വെച്ചത് എന്ത് പറ്റി അവിടെ എത്തിയപ്പോഴത്തേക്ക് കൺമണി എന്തായാലും തീർന്നു എങ്ങനെയെങ്കിലും തീർത്തേക്ക്. അതൊന്ന് പാടിയാ ലൈന്. അടങ്കാത കാലം ഒന്ന് അടങ്കാത കാല ഒന്ന് അടിമാട പോണതടി കൺമണി കൺമണി. അടങ്കാത കാലം എന്ന് പാടുമ്പോ ഒരുപാട് സോഫ്റ്റ് ആക്കാതെ അതൊന്നും ഒരു ടെക്സ്ചറിൽ പാടും, വോയിസ് ടെക്സ്ചറിൽ. അടങ്കാത കാല ഒന്ന് അടിമാട പോണതടി കൺമണി കൺമണി. കുറച്ചുകൂടെ ബെറ്റർ ആയി. ആ വോയിസ് വരട്ടെ പുറത്ത്, നമ്മൾ അതിനല്ലേ വെയിറ്റ് ചെയ്യുന്നേ. പിന്നെ മോനെ ബന്ധം അല്ല, ചില വാക്കുകൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ മോനെ ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാം. കാരണം ഞാൻ ഈ പാട്ടിന്റെ ഒരു വലിയ ഫാനാ. ദാസേട്ടന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കോരി തരിക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പം നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പർബായി വായിക്കുകയും ചെയ്തു. ഫാന്റാസ്റ്റിക് ആയിരുന്നു. എല്ലാം ഗംഭീരായിരുന്നു. മോന്റെ സിംഗിങ് വാസ് വെരി ഗുഡ്. പക്ഷെ ഒന്ന് ഇതിന്റെ പിക്ചറൈസേഷൻ കണ്ടിരുന്നെങ്കിൽ അശ്വിന്റെ ഉള്ളിലുള്ള ആ നടൻ എഴുന്നേറ്റേനെ എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഗുഡ് അറ്റംപ്റ്റ് മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. അശ്വിൻ സാർ, ഇത് എന്താ റൗണ്ട്? സോറി. ഇതിന്റെ വികാരം എന്താണ്? റൊമാൻസ് ആണോ വിരഹമാണോ? ഇത് വിരഹം അല്ലല്ലോ. അല്ല, അവിടെ നോക്കിയിട്ടൊരു കാര്യമില്ല. വാച്ച് വേറെ ആണ്ട് ചെയ്തോണ്ടിരിക്കുക. ആർക്കും അറിഞ്ഞൂടെ? അല്ല, എല്ലാരും തിരിഞ്ഞിരിക്കും. കാര്യം അവർക്ക് ഇത് ഉത്തരം പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് ആകെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കൺമണി ആ സ്നേഹത്തോടെ ഇത് നമ്മുടെ അംബിക മാഡത്തിന്റെ തോളിൽ കൈയിട്ട് ഇങ്ങനെ റോഡിൽ വെള്ളം അടിച്ചിട്ട് പാടുന്നതാണ്. കാര്യം എന്നെ എല്ലാവരും പറ്റിച്ച് ഞാൻ ഇപ്പോഴാണ് ഓരോന്നും മനസ്സിലാക്കുന്നത്. കൺമണി അത് എനിക്ക് ഷെയർ ചെയ്യാനാകെ നീയേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാം കൺമണി കൺമണി എന്ന് വിളിച്ചു. അപ്പോൾ അതിനകത്തൊരു സ്നേഹമുണ്ട്, ഒരു അണ്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണ്. അപ്പോൾ ഈ തീമിന് വർക്കൗട്ട് ആവും. എന്നെ ഒന്ന് പേടിപ്പിക്കാനാണ് ഞാനത് ചോദിച്ചത്. ഞാൻ പേടിച്ചു സാർ, ചെറുതായിട്ട്. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിൻ്റെ ഇടയിൽ കൂടെ രജനി സാറിന്റെ പടമാണല്ലോ, രജനി സാറല്ലേ അഭിനയിച്ചത്. അപ്പോൾ ആ ഫിലിമിന് രാജാ സാറ് ഒരു പാട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത ദിവസങ്ങളിലൊന്നും ഷൂട്ട് നടക്കുന്നില്ല. കാര്യം രജനി സാറിന് അങ്ങനെ ഒരു സംഭവമല്ല രജനി സാറിൻ്റെ മനസ്സിലുള്ള ആ പാട്ട്. അപ്പോൾ അത് വേറെ വേണമെന്ന് രാജാ സാറിൻ്റെ അടുത്ത് പറയാനും രജനി സാറിന് ബുദ്ധിമുട്ട്.
അപ്പോൾ ഷൂട്ടിങ്ങിന് വരിക, ഷൂട്ട് ചെയ്യാതെ പോവുക. ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു. അവസാനം രാജാ സാറിൻ്റെ ജബി പോയി. തൊട്ടടുത്ത് പ്രസാദ് സ്റ്റുഡിയോയിലാണ് എൻ്റെ ഷൂട്ട് നടക്കുന്നത്. അതേ കോംപ്ലക്സിനകത്താണ് രാജാ സാർ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ രാജാ സാറിൻ്റെ അടുത്ത് ഒരു രജനി സാർ വരുന്നു. അത് ഈ പാട്ട് അദ്ദേഹം ചെയ്യുന്നില്ല, ഷൂട്ട് ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനം രജനി സാറിനെ രാജാ സാർ കാണണമെന്ന് പറഞ്ഞിട്ട് രജനി സാർ അദ്ദേഹത്തെ കാണാൻ വന്നു. സ്വാമി എന്നാണ് വിളിക്കുന്നത് രാജാ സാറിനെ. എന്നാ സ്വാമി ചോദിച്ചത് പറഞ്ഞു, ആ പാട്ട് അഭിനയിക്കൂ, അത് എൻ്റെ ഒരു ഇതിലുള്ള പാട്ടല്ല എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അല്ല സ്വാമി ഉങ്കപ്പാട്ടുക്ക് ഞാനെന്ത് പറയാനാന്നൊക്കെ പറയാം. അപ്പോൾ രാജാ സാറ് പറഞ്ഞു, ഈ ഒരു പാട്ടോടെ കുടുംബങ്ങളുടെ ഇടയിൽ, മറ്റേത് മൊത്തം ഗിമിക്സും അതും ഇതൊക്കെ ആയിട്ട് നടക്കല്ലേ രജനി സാർ, കുടുംബങ്ങളുടെ ഇടയിൽ അവിടെ ഉള്ള ഒരാളായിട്ട് മാറും രജനീകാന്ത് എന്ന്, അവരിൽ ഒരാളായിട്ട് മാറും എന്ന് രജനി സാറിൻ്റെ അടുത്ത് രാജാ സാറ് പറഞ്ഞു. അതുകൊണ്ട് ദേവി അത് അഭിനയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞാൽ ദൈവവാക്കാം. ഓക്കെ സ്വാമി എന്ന് പറഞ്ഞ് പോയി അഭിനയിച്ചു. ആ പാട്ടാണ് അമ്മായൻ്റെ അഴയ്ക്കാതെ എന്നുള്ള പാട്ട്. കേട്ടോ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചോ? അറിയാമോ പാട്ട്? അറിയാം സാർ. രണ്ടുപേരും പാടാമോ? அம்மா என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காத உயிர்வில்லையே, அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயிர்வில்லையே, நேரில் நின்று பேசும் தெய்வம் பெற்றதாயன்றி வேறொன்று ஏது, அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചക്കരെ പഞ്ചാരെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കേട്ടോ. അപ്പം എനിക്ക് തോന്നി ആ ഉലഹം ഊര തെരിഞ്ചിക്കിട്ടേ ഉലഹം പുരിഞ്ചിക്കിട്ടേം കൺമണി. ഓലഹോ ഉലഹം അത് ഉലഹം വന്നല്ല, ഉലഹം. ഓലഹോ ആ അത്ര മതി. കൺമണി ദാനാനി ദാരീരി கண்மணி ஏன் கண்மணி ஏன் கண்மணி ஏன் கண்மணி கண்மணி ஏன் கண்மணி ஏன் கண்மணி. ഒരു ചെറിയ പുഷ്. കൺമണി. ഓക്കെ, അതുപോലെ അടുത്ത ലൈൻ ஞானம் ஞானம் ജ്ഞാനം പുറംതിരിച്ച് നാണും അങ്ങനെ ആക്കണ്ട. ജ്ഞാനം പുറംതിരിച്ച് ஞானம் புறந்திருச்சு நாளும் புரிஞ்சிருச்சு கண்மணி கண்மணி. നൈസ് നൈസ്. അതുപോലെ സിന്ധിനെ അത് ഒന്ന് പാടാമോ? சிந்தினேன் ரத்தம் சிந்தினேன் அது எல்லாம் வீழ்ந்தானோ. മതി മതി മതി. വേപ്പിലൈ வேப்பிலை വേപ്പിലൈ അല്ല വേപ്പിലൈ வேப்பிலை വേപ്പിലൈ வேப்பிலை വേപ്പിലൈ അല്ല വേപ്പിലൈ. അത് ലായോ അല്ല ലായോ അല്ല ഇടയിൽ കേട്ടാ വേപ്പിலை. പിന്നെ ചക്ര അതുപോലെ സ്വന്തമേ ഒരു വാനവിൽ അന്ത വർണ്ണം കൊഞ്ചം വണ്ണം 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 ഈ വണ്ണം അന്ത വണ്ണം കൊഞ്ച നേരം കൊഞ്ചം. കേട്ടോ. പിന്നെ മഞ്ചരി പറഞ്ഞു ബന്ധം അല്ലടാ, അത് ബന്ധമേ. അതുപോലെ അടങ്കാതെ കാല ഒന്ന് കാലയല്ലടേ കാള 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 അത് അടങ്കാത്ത കാള ഒന്ന് കാളയല്ല കാള കാള കാളയടാ പശുവിന്റെ ഹസ്ബൻഡ്. പശുവിന്റെ അത് പാടാം. അത് ഇച്ചിരി കൂടെ പവർ എടു. കാളയല്ല അതാണ് അടങ്കാത കാള ഒന്ന് അടിമാട പോണത് അടിമാടാ പോന്നതടി അടിമാട പോണതടി കൺമണി കൺമണി. കരയിക്കോടാ നീ പാടി. ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ തീനി തരനീ തരീ അത് എത്ര ശ്രുതി ഇത്? എ. അപ്പൊ എ മൈനർ ഈ മതി കോഡ് അതിന്. പക്ഷെ അദ്ദേഹം ഒരു D-6 ഇട്ടിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. എന്ന് പാടി നോക്ക്. 1 2 3 4. ഊരത്തെരിഞ്ചിക്കിട്ടേ ഉലകോ പുറിഞ്ചിക്കിട്ടേ കൺമണി കൺമണി. ആ ഫോർത്തും ഈക്ക് வந்து സൂപ്പറാ. അത്
അപ്പം അതിന് യൂസ് ചെയ്തേക്കുന്നത് അതേറെ D-6 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നീ എന്തോ പാടി നോക്കേ ആ പാട്ട്. ഊരത്തെരിഞ്ച് ആ തെരിഞ്ച് വരുമ്പോൾ ഉള്ള കോഡ് നോക്ക് നീ ആ വ്യത്യാസം. ഊരത്തെരിഞ്ചിക്കിട്ടെ ഉലകൊപ്പുറിഞ്ചിക്കിട്ടെ വാ കൺമണി. വാ 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 രാജാ സാർ, ഒന്നും പറയാനില്ല, ഒന്നും പറയാം. അത് എന്തുമാത്രമാണ് ഇമോട്ട് ചെയ്യുന്ന ആ ഒരു മെലഡിക്ക് ആ ഒരു -6 അസാധ്യമാണ്. അത് ഇതൊക്കെ മനസ്സിലാക്കണം. അതിന് എത്രയോ സ്കോപ്പ് വേറെ ഒക്കെ കോഡ് ഇടാം നമുക്ക്. പക്ഷെ ഇത് എന്തുമാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഓക്കേ സാർ. ഇറ്റ്സ് ഓക്കെ. സാർ ഒന്ന് പാടിത്തരുമോ സാർ? അതല്ലടാ ഇപ്പൊ പാടിയത്, അല്ല ഒന്ന് ഫുള്ളായിട്ട്. ഫുൾ പാട്ട് പല്ലവി മാത്രം. 1 2 3 4 தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டேன் கண்மணி ஏன் கண்மணி ஞானம் பிறந்திருச்சு நானும் புரிஞ்சிருச்சு கண்மணி ஏன் கண்மணி ஊர தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டேன் கண்மணி ஏன் கண்மணி ஞானம் பிறந்திருச்சு நானும் புரிஞ்சிருச்சு கண்மணி ஏன் கண்மணி பச்சை குழந்தைன்னு பாலூட்டி வளர்த்த பால குடிச்சு புட்டு பாம்பாக கொத்துங்கடி ஊர தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டே கண்மணி ஏன் கண்மணி ஞானம் பிறந்திருச்சு நானும் புரிஞ்சிருச்சு கண்மணி ஏன் கண்மணி. സൂപ്പർ, താങ്ക് യു സാർ. Beautiful. താങ്ക് യു.